പ്രാണനും പരനുമൊന്നെന്നുറപ്പവനു തത്പ്രാണദേഹവുമനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വിഷയവുമായി നമ്മൾ വീണ്ടും കാണുകയാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചില്ല ഇത്രയും ദിവസം കൊണ്ട്. നമ്മൾ എന്താണ് വ്യക്തി, മനസ്സ്, ആരോഗ്യം, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇന്ന് കുറച്ച് വ്യത്യസ്തമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പാറ്റേണിനും ഒരല്പം വ്യത്യസ്തമായി, എന്നാൽ അതിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് പോകാനുള്ള സ്വാതന്ത്ര്യം, ഏത് പാതിരാത്രിയിലും നഗരത്തിലേക്ക് ഇറങ്ങി നടക്കാൻ, സിനിമ കാണാൻ പോകാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സ്വാതന്ത്ര്യങ്ങൾ വേണം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തോട് സ്വാതന്ത്ര്യം, എന്തെല്ലാം സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ? ഇതൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന് നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്? സ്വന്തം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പോലെ ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പൊ സ്വാതന്ത്ര്യമായോ? അതായത് നമ്മൾ മാത്രം ചെയ്ത് നേടി മുന്നേറി വന്നപ്പോൾ സ്വാതന്ത്ര്യമായോ? നമുക്ക് ഇഷ്ടമുള്ള വേഷവും ധരിച്ച് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് പോകുമ്പോൾ സ്വാതന്ത്ര്യമായോ? അപ്പൊ ഈ സ്വാതന്ത്ര്യം നമുക്ക് ആഗ്രഹമുണ്ട്. ഈ മഹാകവി പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞ പോലെ മരണത്തെക്കാൾ പേടിയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാരതന്ത്ര്യം, അതായത് സ്വാതന്ത്ര്യം ഇല്ലായ്മ. ആ സ്വാതന്ത്ര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്താണ്? ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ആ വ്യത്യസ്തമായി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾ എന്താണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് കരുതുന്നത് എന്നൊരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു വാക്കുകൂടെ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ്, എല്ലാവർക്കും അറിയാം ഇൻഡിപെൻഡൻസ്. അതിനകത്ത് ഞാൻ ഒരു വാക്കുകൂടെ ചേർക്കുകയാണ്, കോ ഡിപ്പെൻഡൻസ്. അതായത് കൂടെ ചേർക്കുക, കോ ഡിപ്പെൻഡൻസ്. ഈ കോ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ കൂടെ പോയേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയാണ് കോ ഡിപ്പെൻഡൻസ്. അതായത് ചില ഫാമിലി റിലേഷൻഷിപ്പുകൾ, ചില കുടുംബ ബന്ധങ്ങളില് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുമിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ അവർ പരസ്പരം പൂരകങ്ങളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ആവശ്യമല്ല, പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് പോയേ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക, കോ പാരന്റിങ്. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക, അതായത് ഒരുമിച്ച് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ജീവിക്കുക. അവർ തമ്മിലൊരു ബന്ധവും അല്ലെങ്കിൽ അവർ തമ്മിലൊരു മ്യൂച്വൽ ആയിട്ടൊരു ബന്ധമോ ആവശ്യമോ അനുപൂരകത്വമോ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒന്നുമേ ഇല്ല. അപ്പൊ കോ പാരന്റിങ്, രണ്ട് കൈകൾ തമ്മിൽ ഇങ്ങനെ കെട്ടിവെച്ചതുപോലെ ഇങ്ങനെ ചേർത്തിട്ട് കെട്ടിവെക്കുക. അത് രണ്ടുപേരും വഴിക്ക് പോകുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ ചേർന്നിട്ടില്ല, പക്ഷെ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുക, പരസ്പര ബന്ധമില്ലാതെ ചേർത്ത് വെച്ചേക്കുക. അത് ഒരുമിച്ച് അതുപോലെ പൊക്കോണ്ടേയിരിക്കുക. അത് കോ ഡിപ്പെൻഡൻസ് ആണ്. അത് ബന്ധനമാകുന്ന ബന്ധമാണ്. എപ്പോഴും ഒരു ചിന്തയാണ്, അപ്പുറത്തെ ആള് കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത. ചില കൂട്ടുകെട്ടുകൾ അങ്ങനെയുണ്ട്, ചില കൂട്ടുകാർ ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് അതുകൊണ്ട് രണ്ട് രീതിയിലും ഉപയോഗമില്ല. നമ്മളെ കൊണ്ട് അവർക്കും അവരെ കൊണ്ട് നമുക്കും ഉപയോഗമില്ല, എങ്കിലും നമ്മളിങ്ങനെ പാരലലി കൊണ്ടുപോവുകയാണ്. ഇത്തരം ബന്ധങ്ങളാണ് കോ ഡിപ്പെൻഡൻസ്. ഇതും ജീവിതത്തിൽ വലിയ ഉപയോഗം തരുന്നൊരു ബന്ധമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം ശരിയാണോ നോക്കുക, എന്തും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, ആരോടും എന്തും സംസാരിക്കാൻ, ഏത് വേഷവും ധരിക്കാൻ, ഏത് സമയത്തും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം, അത്തരം സ്വാതന്ത്ര്യങ്ങളാണോ സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ പോലെ പാരലലി കൊണ്ടുപോകാൻ, രണ്ടുപേരും ചേർന്ന് അനുപൂരകത്വം ഇല്ലാതെ രണ്ടുപേർ എന്നാൽ ബന്ധിക്കപ്പെട്ട് ഒരുമിച്ച് പോകേണ്ടി വരുന്ന ഒരവസ്ഥ, കോ ഡിപ്പെൻഡൻസ്. അത് വേണമോ എന്ന് ആലോചിക്കുക. അതാണോ സ്വാതന്ത്ര്യം എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഒരു കാര്യം പറയാണ്, ഇന്റർ ഡിപ്പെൻഡൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർ ഡിപ്പെൻഡൻസ്. പരസ്പരം കൈകോർക്കുക. അവിടെയാണ് ഇന്റർ ഡിപ്പെൻഡൻസ് വരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഇന്റർ ഡിപ്പെൻഡൻസിലൂടെയാണ്. പരസ്പര പൂരകത്വത്തോടു കൂടിയും പരസ്പര സ്നേഹത്തോടു കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വാതന്ത്ര്യത്തെ പരിഗണിച്ചും, നമ്മുടെ ഭരണഘടനയിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിച്ചുമുള്ള സ്വാതന്ത്ര്യം ഡിഫൈൻ ചെയ്യുമ്പോൾ
മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യവും മാനസികമായി അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു സ്വാതന്ത്ര്യമായി മാറില്ല. നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് സ്വീകരിക്കുന്ന സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം. അതെങ്ങനെ വരും? ആ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇന്റർ ഡിപെൻഡൻസിലൂടെയാണ്, പരസ്പര ചേർന്നുള്ള ഒരവസ്ഥയിലൂടെയാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഇനിയും മറ്റ് ജീവജാലങ്ങൾ ആരൊക്കെയോ കയറി പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിന് ഉത്തരവാദികളായ ചെടികൾ പുറത്തു നിൽപ്പുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഉത്തരവാദികളായവർ എത്രയോ പേരുണ്ട്. ആ വസ്ത്രത്തിന് ഒരുപക്ഷെ അത് തന്ന ചെടിയോ പുഴുവോ ഉൾപ്പെടെ ഉള്ള ജീവി മുതൽ അതിനെ ഈ വസ്ത്രമായി രൂപകൽപ്പന ചെയ്തതും അത് കച്ചവടം ചെയ്ത ആള് വരെ നിങ്ങളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഇല്ലേ? ആ ഇന്റർ ഡിപെൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇൻഡിപെൻഡൻസ് ആ ഉള്ളത്? നമുക്ക് ആർക്കും സ്വതന്ത്രമായ ഒന്നുമില്ല. നമ്മൾ എല്ലാവരും കൂടി ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതാണ് ആ സ്വാതന്ത്ര്യം. അങ്ങനെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ്, മറ്റുള്ളവരോടും കൂടി ചേർന്ന് സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആസ്വാദ്യകരമാകുന്നത്. ഇപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും നമ്മൾ മാത്രമാണ് എന്നുള്ള ചിന്തയല്ല, കോ ഡിപ്പെൻഡൻസ് അല്ല, കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നു, എന്നാൽ അത് പരസ്പര പൂരകങ്ങളല്ലാതെയും ഒരു ബന്ധവുമില്ലാതെ പോകുന്നു, അതല്ല. പിന്നെ ഇന്റർ ഡിപ്പെൻഡൻസ്, അതായത് രണ്ടു പേരും കൂടി ചേർന്ന് രണ്ട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം വരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പക്ഷികൾക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ? പക്ഷിയെ പോലെ പറന്നു നടക്കാൻ പറ്റണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷിയെ പോലെ പറന്നു നടക്കാൻ പറ്റണം, നമ്മൾ സ്വാതന്ത്ര്യത്തിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ആ പക്ഷികളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷികൾക്ക് പറക്കണമെങ്കിൽ വായു വേണം. അപ്പൊ പക്ഷികൾ വായുവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ സൈക്കിളാണ്. ആ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു വലിയ മരം, ആ മരത്തിന്റെ പഴത്തിനെ അല്ലെങ്കിൽ ആ പഴങ്ങളെ പക്ഷി ഭക്ഷിച്ച ശേഷം വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടിടുന്നു. ആ വിത്തുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വളർന്ന് വലുതായി മറ്റൊരു വൃക്ഷമായി മാറുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് വീണ്ടും ഫലമുണ്ടാകുന്നു, വീണ്ടും പക്ഷി കഴിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു സൈക്കിൾ പോകുന്നത് ആ സ്വാതന്ത്ര്യത്തിൽ, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസിലൂടെയാണ്, പരസ്പരം ചേർത്ത് നിർത്താൻ കഴിയുന്ന ആ സ്വാതന്ത്ര്യത്തിലൂടെയാണ്. അതിനകത്ത് എതിർപ്പുകളെന്ന് നമുക്ക് തോന്നുന്നതുണ്ടാവാം, ശത്രുക്കളെന്ന് നമുക്ക് തോന്നുന്നവയുണ്ടാകാം. ഇതൊന്നും അതൊരു ബാധകമേ അല്ല. പരസ്പരം ചേരുന്ന, പരസ്പരം കാരണങ്ങളാകുന്ന ഒരുപാട് ബന്ധങ്ങൾ ചേരുമ്പോഴാണ് ആ സ്വാതന്ത്ര്യമെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്, ആരോഗ്യകരമായി സ്വാതന്ത്ര്യമെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ കുട്ടികളെ ശാസിക്കാറുണ്ട്, നീ അത് ചെയ്യണ്ട, നീ അത് പോണ്ട. അപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോഴോ ആ നിയന്ത്രണം ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് സ്വാതന്ത്ര്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം, അതൊരു ഈശ്വര സങ്കല്പമാകാം അല്ലെങ്കിൽ പ്രകൃതിയോ പ്രപഞ്ച സങ്കല്പമോ ആകാം, നിങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നത് വേറെന്തിനോ വേണ്ടിയിട്ടാണ്. ചില ഇക്വിലിബ്രിയം, ചില സന്തുലിതാവസ്ഥകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ബോധ്യത്തോടു കൂടി ആ സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കുക. സ്വാതന്ത്ര്യം ഒരു കെട്ടുപാടുകളിലേക്ക് പോകരുത്, സ്വാതന്ത്ര്യം ഒരു ബന്ധനത്തിലേക്ക് പോകരുത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം അറിയാൻ പറ്റുക. എല്ലാവർക്കും ഞാൻ പറഞ്ഞതിന്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഒരു നിമിഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ചിന്തകളുമായി ഒന്ന് ചേർത്ത് നോക്കൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. എല്ലാവരും മെഡിറ്റേഷൻ പൂർണ്ണമായും ആസ്വദിച്ചു എന്ന് കരുതുന്നു. സാധാരണ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരീരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ ശരീരം മറന്നുപോകും. നമ്മളെ എന്തൊരു കുറച്ച് ഉയർന്നിട്ട് ഒരു ശൂന്യാവസ്ഥയിൽ മനസ്സ് മാത്രം വർക്ക് ചെയ്യുന്നു, ശരീരം പിന്നീട് അത് ശ്വാസത്തെ നിയന്ത്രിക്കാനും കൈകാലുകളെ ഇളക്കാനും ഒക്കെ പറയുമ്പോഴാണ് ഒരു കയ്യും കാലും
ശരീരമൊക്കെ ഉണ്ട് എന്ന് തോന്നുക. ഇന്നത്തെ മെഡിറ്റേഷനിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇന്ന് ആ വടവൃക്ഷമായിട്ട് മാറാൻ, ശക്തമായ ഒരു മരം ആയിട്ട് മാറാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ഒരു നഷ്ടപ്പെടല് മാറിയിട്ട് നമ്മൾ ശരിക്കുള്ളൊരു മരം മണ്ണില് വേരൂന്നി കാറ്റൊക്കെ അടിച്ചാല് ഇളകാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇലകളൊക്കെ തന്നെ ഇളകിയിട്ട് മരം അനങ്ങാതെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു വടവൃക്ഷമായിട്ട് നമ്മൾ മാറിപ്പോയ പോലെ തോന്നി. പിന്നീട് കൈകാലുകൾ ഇളക്കാൻ വേണ്ടി പറയുമ്പോഴാണ് കൈകാലം ഉണ്ടോ നമുക്ക് എന്നുള്ള രീതിയിലേക്ക് ആ വടവൃക്ഷത്തിൽ നിന്ന് തിരിച്ച് മനുഷ്യ ശരീരത്തിലേക്ക് വരുന്ന ഒരവസ്ഥ. അത് നല്ല രസകരമായ ഒരു അനുഭവം. മനസ്സിന് ഒരു വലിയൊരു ശക്തി കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മളൊരു വടവൃക്ഷമാണ്, അത് ഉറച്ചു നിൽക്കുന്നുണ്ട്. നമ്മളെ മനസ്സാണ് ആ വേര് മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ വേര് ശരീരത്തിൽ ശക്തി നൽകുന്നത്. ആ ഒരു ഇത് ഉൾക്കൊണ്ട് അനുഭവിക്കാൻ പറ്റി. വളരെ നല്ലൊരു സെഷനായിരുന്നു. നമസ്കാരം. ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമസ്തേ. നമസ്തേ സർ. ഇതുവരെ വരെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് ഡോക്ടർ അർജുൻ പറഞ്ഞത്. കാരണം സ്വാതന്ത്ര്യത്തിന്റെ 3 ഡയമെൻഷൻസ് ആണത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ ഗംഭീരമായിട്ട് തന്നെ അത് അനുഭവപ്പെട്ടു. കാരണം ഇത്രയും വ്യത്യസ്തങ്ങളായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതിന്, അതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് ഡോക്ടർ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. വളരെ ഗംഭീരമായി ഇന്നത്തെ ഈ പ്രഭാഷണം, വളരെ ഉപകാരപ്രദവുമായി എന്ന് സംശയമില്ല. വളരെ വളരെ സന്തോഷം. നന്ദി. താങ്ക് യു സർ. എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വിഷയമായി നാളെ കാണാം.